ലോകത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് വിവിധ വൈവിധ്യങ്ങളും അവയിൽ നിന്നും രൂപപ്പെട്ട വ്യത്യസ്ത സംസ്കാരങ്ങളുമാണ്. ഈ സംസ്കാരങ്ങൾക്കിടയിൽ നാനാജാതി മതങ്ങളുണ്ട്. എന്നാൽ ആത്യന്തികമായി ജീവജാലങ്ങൾക്കിടയിൽ രണ്ട് ജാതികൾ മാത്രമാണുള്ളത്. അത് ആണും പെണ്ണുമാണ്. വ്യത്യസ്ത സംസ്കാരങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവ തമ്മിൽ വ്യത്യസ്ത വൈരുദ്ധ്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഈ വൈരുദ്ധ്യങ്ങൾ മൂർച്ഛിച്ചാണ് മനുഷ്യർ രണ്ട് വ്യത്യസ്ത ചേരിയായി വളർന്നു വന്നത്. സാമ്രാജ്യത്തെ ചേരിയും സോഷ്യലിസ്റ്റ് ചേരിയും. സാമ്രാജ്യത്തെ ചേരി നിലനിൽക്കുന്നതാകട്ടെ കയ്യൂക്ക് കൊണ്ടും കടന്നുകയറ്റങ്ങൾ കൊണ്ടും കീഴ്പ്പെടുത്തലുകൾ കൊണ്ടും മാത്രമാണ്. ലാഭേച്ഛ മാത്രമാണ് അവരുടെ മുഖമുദ്ര. എന്നാൽ സോഷ്യലിസ്റ്റ് ചേരിയുടെ മുഖമുദ്ര എന്ന് പറയുന്നത് ശാന്തിയും സമാധാനവും സമത്വവും സാഹോദര്യവുമാണ്. അവർ പിൻപറ്റുന്നതാകട്ടെ മാർക്സിസം എന്ന മഹാപ്രത്യയശാസ്ത്രത്തെയാണ്. ഈ പ്രത്യയശാസ്ത്രത്തിന് മാത്രമാണ് ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും സന്തുലിതമായി സമത്വമായി ഇവിടെ ജീവിച്ചു പോകാനാകൂ എന്ന് ഓരോ രാഷ്ട്രങ്ങളും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യവും ഒരു സോഷ്യലിസ്റ്റ് ചേരിയിലായിരുന്നു. പക്ഷേ കോൺഗ്രസിന്റെയും BJP-യുടെയും തുടർ ഭരണം കൊണ്ട് നമ്മൾ ചേരി മാറ്റപ്പെട്ടതാണ്. എന്നാൽ ഇന്ന് അനുഭവം കൊണ്ട് സോഷ്യലിസ്റ്റ് ചേരിയാണ് ശരിയെന്ന് ഇക്കൂട്ടർക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത്രയും സമാധാനം.